ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. മത്തായി സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മൾ പോലും നാളത്തേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നാളത്തെ ഒരു കാര്യത്തിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് തരണമേ. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം വേണം. ഇപ്പോൾ സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ നമ്മുടെ കൂട്ടായ്മയുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷയുണ്ട്. ഞാൻ ഈ തെരുവിൽ വഴിയിലൊക്കെ അലഞ്ഞു കിടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വിശപ്പിൻ്റെ വിളി എന്ന ദൈവം തന്നൊരു പ്രേരണ, അങ്ങനത്തെ ഒരു പേരിട്ടിട്ട് ആ ഒരു ശുശ്രൂഷ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇങ്ങനെ ഒരു സന്നദ്ധ മനസ്സുള്ള അല്ലെങ്കിൽ സന്മനസ്സുള്ളവരുടെ സഹായത്തോടെ ജന്മദിനങ്ങൾ, ആണ്ട്, അടിയന്തരങ്ങൾ, അതുപോലെ ദൈവം ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായിട്ട് പ്രിയപ്പെട്ടവരുടെ ഓർമ്മക്ക് അങ്ങനെയൊക്കെയുള്ള നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ജോലി ലഭിച്ചത്, അങ്ങനെയൊക്കെ സന്മനസ്സുള്ളവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതുവരെ നമ്മൾ ഈ എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലഞ്ഞടക്കുന്ന ആരും പോലും ഇല്ലാത്ത അവർക്കൊക്കെ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നത്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരുന്നതും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെന്ന് പറയുന്ന ആരാണ്? ഞാൻ മാത്രമല്ല, അല്ലേ? എൻ്റെ വീട്ടുകാരൊന്നുമല്ല പറഞ്ഞത്. ഇതാ ഞാനും ദൈവമല്ലാത്ത ഈ ഭൂമിയിലുള്ള പങ്കുവച്ച് അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണെന്ത്? ഈ ആഹാരം. അപ്പോൾ ആഹാരം വേണം, എല്ലാ ജീവജാലങ്ങൾക്കും വേണം. വിശപ്പെന്ന് പറഞ്ഞാൽ ആ വികാരം ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയും ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ അതിനു വേണ്ടിയാണ്, എല്ലാവരും കഷ്ടപ്പെടുന്നതിന് വേണ്ടിയാണ്. ഒരു ചാൻ വയറ് നിറക്കാൻ എന്ന് പറയും. പക്ഷെ ഒരു ചാൻ വയറിനാണോ കുന്നുകൂട്ടാനും സ്വരൂപിച്ചു വെക്കാനും അവസാനം ആരോഗ്യം നഷ്ടപ്പെടുത്തി സമ്പത്തുണ്ടാക്കി പിന്നീട് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി സമാധാനം ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരെ ഇന്ന് കാണുന്നുണ്ട്. റോമാലേഖനം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ദൈവവചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു. അതുകൊണ്ട് ബൈബിള്, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്ന ഇതാണ്, കൃതജ്ഞതയോടെ ഭക്ഷിക്കുന്നത് എന്തും അനുഗ്രഹദായകമാണ്. പക്ഷേ ദുർബലനായ മനുഷ്യനായിട്ട് അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, മറ്റേത് കഴിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് തോണ്ടി എടുത്തിട്ട് ഒക്കെ നടക്കും. ഇപ്പം നോയമ്പിൻ്റെ കാലഘട്ടമാണ്. ഈ ഉപവാസ കാലഘട്ടത്തിൽ പച്ചക്കറി മാത്രം കഴിക്കുന്നവരുണ്ട്, മീൻ ഉപേക്ഷിക്കുന്നവരുണ്ട്, ഇറച്ചി മുട്ട ഉപേക്ഷിക്കുന്നവരുണ്ട്, ഇതെല്ലാം കൂടി ഉപേക്ഷിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ അതിനൊരു ലക്ഷ്യമുണ്ട്. കാരണം ഇതില്ലാത്ത അർഹതപ്പെട്ട നമ്മൾ ഉപേക്ഷിക്കുന്ന ആ നന്മ അതില്ലാത്ത വിശക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായി ഷെയർ ചെയ്യണം. ഇതാണ് ഉപവാസത്തിൻ്റെ ആ ലക്ഷ്യം. ഉപവാസം അതൊരു ആചാരമാണ്. അപ്പോൾ ആചാരത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ബലിയാക്കി തീർക്കരുത്. അത് നന്മ പ്രവൃത്തികളിലേക്ക് അത് കുശുമ്പും കുന്നായ്മയും വാശിയുമായി തീരരുത്. നന്മ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതായി തീരണം. അതുകൊണ്ട് ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു. സസ്യം തിന്നാലും ചിക്കൻ തിന്നാലും ബീഫ് തിന്നാലും മുട്ട കഴിച്ചാലും നമ്മുടെ സ്വഭാവത്തിലൊന്നും ആത്യന്തികമായ മാറ്റം വരുത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം? നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ലാതെ പച്ചക്കറി മാത്രം കഴിച്ചത് കൊണ്ടോ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യത്യാസം. ചിലരൊക്കെ ന്യായീകരിക്കാറുണ്ട് പച്ചക്കറി മാത്രം കഴിക്കുന്നവർക്ക് ഭയങ്കര ശാന്തതയായിരിക്കുമെന്ന്. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? നമ്മുടേതായ സ്വാർത്ഥമായ രീതിയിൽ മറ്റുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അത് കൊള്ളൂല, ഇത് കൊള്ളൂല. ബൈബിളിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടുവെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ഭക്ഷണം എന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ്, അല്ലേ? ഈ ശരീരം എന്ന് പറഞ്ഞാൽ അതൊരു കൂടാരമാണ്, അല്ലേ? ആത്മാവാണ് വിലയുള്ളത്. ആത്മാവിന് വേണ്ടുന്നത് നേടാതെ ഈ കൂടാരത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടിയുള്ളത് ഇതെല്ലാം മണ്ണും പൊടിയുമായി
പോകാനുള്ളതാണ്. ഇവിടെ ദീർഘകാലം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ പലരുടെയും പൊടി പോലും ഇല്ല. പണ്ടേ മരിക്കുമെന്ന് പറഞ്ഞാൽ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ ഒത്തിരി ആളുകളെയും സംഭവങ്ങളെ നേരിട്ടറിയാം. എല്ലാവരെയും അറിയിച്ചോ ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റണില്ല, മരുന്നിനോട് പ്രതികരിക്കണില്ല, ഭക്ഷണത്തോട് പ്രതികരിക്കണില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നല്ല പുലി പോലെ നടക്കണമെന്ന് പറഞ്ഞ പലരും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 കൊരിന്ത്യർ 8:8 ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല. അപ്പോൾ ഭക്ഷിക്കുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ടല്ല, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പരിത്യാഗ പ്രവൃത്തികൾ, പങ്കുവെക്കൽ. വിശുദ്ധ മാർ തെരേസയുടെ വാക്കുകൾ, പ്രാർത്ഥിക്കുന്ന അധരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന കരങ്ങളെന്ന്. ആ ഓർമ്മ എപ്പോഴും നമുക്ക് ഈ ഭക്ഷണ കാര്യത്തിലും ഉണ്ടാകണം. പങ്കുവെച്ച് അനുഭവിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വീണ്ടും സങ്കീർത്തനം 111:5 പറയുന്നുണ്ട്, തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യരായിട്ടവരോട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കുമെന്ന്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവായ ദൈവം, സ്വർഗീയ പിതാവ് എന്ത് ചെയ്യുന്നു? അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും. 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കണ്ണിനും കാതിനും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉതകുന്ന ആത്മീയ ഭക്ഷണവും ഭൗതിക ഭക്ഷണവും ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്, നമ്മുടെ ആവശ്യത്തിനുള്ളത് ദൈവം ഇവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ആർത്തിക്കുള്ളത് ദൈവം തന്നിട്ടില്ല. അപ്പോൾ ദൈവം തന്നത് പങ്കുവെച്ച്, നമ്മുടെ ആർത്തിക്കുള്ളതല്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും പങ്കുവെച്ച് അനുഭവിക്കുന്നതിന് വേണ്ടി വേണ്ടുന്നതും. അതുപോലെ മറ്റുള്ളവർ അന്യൻ്റെ വസ്തുക്കൾ സ്വാർത്ഥതയോടെ ഒരു ജോലിക്കും പോകില്ല, ഒരു കൂലിക്കും പോകില്ല, എപ്പോഴും കടം മാത്രം മേടിക്കും, അവരുടെ ഇവിടെ നോക്കിയിരിക്കുന്നത്, അത് അത്ര നല്ല സ്വഭാവമല്ല, അതൊരു മാന്യതയല്ല. അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കുക എന്നാണ് ദൈവ കൽപ്പന. പക്ഷേ ഈ വഴിക്കവലകളിലും റോഡരിയിലൊക്കെ കഴിയുന്നവരെന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടവരുണ്ട്. ലഹരിയുടെയും മറ്റു ഉപയോഗങ്ങൾ വഴിയൊക്കെ ഇനി അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ബന്ധവും പ്രിയപ്പെട്ടവരെയും. അതുപോലെ രോഗികളായി തീർന്നവരുണ്ട്, മക്കൾ എല്ലാം പിടിച്ചു പറിച്ചെടുത്തിട്ട് പുറന്തള്ളിയവരുണ്ട്, ബുദ്ധിഭ്രമം ബാധിച്ചവരുണ്ട്, രോഗികളുണ്ട്, ആരും പോലും ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷകളിലൂടെ മുന്നോട്ട് പോകുന്നത്. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ, കർത്താവെ വളരെ നല്ലൊരു ശക്തമായൊരു വചനമാണ്. കടം മാറാനും നല്ല സാമ്പത്തിക അഭിവൃദ്ധിക്കും നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ വചനം ജ്ഞാനം 16:25-26, കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി, എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടി എന്ന് പറയില്ലേ, ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ജ്ഞാനം 16:25-26 വാക്യങ്ങൾ എന്താണ്? അങ്ങയുടെ ഔദാര്യത്തെ, എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ട വഴികൾ തെളിയിച്ച് തരണമേ. നാളെ സൂര്യനെ ഉദിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, നാളത്തെ ദിനം കാണാനുള്ള അനുഗ്രഹം തരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതുപോലെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി ഞങ്ങൾക്ക് പങ്കുവച്ച് അനുഭവിക്കാൻ, ദൈവസ്നേഹത്തിൽ വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനങ്ങൾ പറഞ്ഞ്, ഈ വചനങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം, ജ്ഞാനം 16:25-26, സങ്കീർത്തനം 111:5 ഈ 3 വചനങ്ങൾ അന്നേപ്പത്തിന് വേണ്ടുന്ന ഒരു വഴി, ഒരു
തൊഴിൽ, ഒരു വരുമാന മാർഗം. വെറുതെ കാലം നീട്ടിയിരുന്നുകൊണ്ട് ഇത് വരുക. നമ്മൾ കഷ്ടപ്പെടണം. നാടൻ ഭാഷയിലൊക്കെ പറയുന്ന ഇതാണ്. നമ്മൾ കഷ്ടപ്പെടണം. ചോദിപ്പിൻ തരപ്പെടും, മത്തായി 7:7. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മൾ ഇറങ്ങണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ ബുദ്ധിമുട്ടണം, നെറ്റിയിലെ വേർപ്പോണ്ട് അപ്പം ഭക്ഷിക്കണം. അല്ല അതുപോലെ മറ്റ് കഷ്ടപ്പെടുന്നവരെ കണ്ടിട്ട് കൊള്ളക്കാരാണ്, കള്ളപ്പണമാണ്, എല്ലാം കള്ളന്മാരാണ്, അങ്ങനെ പറയാനല്ല. നമ്മൾ അന്വേഷിക്കുന്ന അതേ സമ്പത്ത്, അതേ ഭക്ഷണം, അതേ വരുമാനങ്ങൾ, അതേ സൗഭാഗ്യങ്ങൾ, അത് കിട്ടുന്ന മറ്റുള്ളവരെ നിഷേധിച്ച് പറയുകയും അസൂയ പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഇത് പണ്ടേ എത്താതെ പോകും. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാത്തത്, ഈ നെഗറ്റീവ് കമൻസൊക്കെ നിർത്തുക, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക. നമ്മളെക്കാൾ അനുഗ്രഹങ്ങളും നന്മകളും വേഗം കിട്ടുന്നവരും അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോടുള്ള അസൂയ മൂത്ത് കഥകൾ ഉണ്ടാക്കുക, നുണക്കഥകൾ മെനയുക, അവർക്കെതിരെ പിറുപിറുക്കുക, പിന്നെ കള്ളക്കഥകൾ പറയുക, കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, ഈ കാലത്ത് നല്ലവർക്കൊന്നും കിട്ടില്ല. അതൊക്കെ ആ പറച്ചിലേ നിർത്തുക. അത് ദൈവദൂഷണമാണ്, അസൂയയാണ്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് ഈ വചനങ്ങൾ പറഞ്ഞ് സങ്കീർത്തനം 111:5 തൻ്റെ ഭക്തർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു, അവിടെ തൻ്റെ ഉടമ്പടിയെ എപ്പോഴും സ്മരിക്കുന്നു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റും. ഈ വചനങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അത്ഭുതം നടക്കും. ദൈവം നല്ല ഭക്ഷണങ്ങൾ തരും. ഇതുവരെയുള്ള നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തരും. എല്ലാ ഭക്ഷണവും ശുദ്ധമാണെന്നുള്ള ബോധ്യം തരും. ഈ വേറുകൂറും വേർതിരിവും പിശാച് കയറി ഇടപെട്ടിട്ട് ഭക്ഷണത്തെ പോലും മലിനമാക്കുന്ന തരത്തിൽ അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ലെന്ന് അവിടുന്ന് ഇവിടുന്ന് തോണ്ടിയെടുത്തു. വചനത്തിൽ ഇനി ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ കേട്ട 1 കൊരിന്ത്യർ 8:8 റോമ 14:2 വചനങ്ങളും കൂടെ ചേർത്ത് വായിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതാണ്. നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും അയക്കുക. ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ മാറിപ്പോകും. ഭക്ഷണം തന്ന ദൈവം, കണ്ണ് തന്ന ദൈവം എന്ത് തരും? കാഴ്ചശക്തി തന്നു. കാത് തന്ന ദൈവം എന്ത് തന്നു? കേൾവിശക്തി തരും. അതുപോലെ ഭക്ഷണം തന്ന ദൈവം നമ്മുടെ ഉദരത്തിന് അത് ദഹിക്കാനും, എല്ലാ ഭക്ഷണവും അൾസർ, ട്യൂമർ, കുടലിലെ കുരുക്കൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഇതെല്ലാം മാറ്റിപ്പോകും. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇതുപോലെ പറഞ്ഞും പ്രാർത്ഥിച്ചും കൊടുത്ത അത്ഭുതകരമായിട്ട് വായിൽ എന്ത് കഴിച്ചാലും വായിൽ കുരുക്കൾ, എരിവ് കഴിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ കുടലിൽ കുരുക്കൾ, വയറ്റിൽ നിന്ന് ചോര പോണ്, സൗഖ്യപ്പെട്ട ഒത്തിരി സന്ദേശങ്ങൾ, അനുഭവങ്ങൾ നേരിട്ടുണ്ട്. ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നതും വചനം പറഞ്ഞു കൊടുത്തതും അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് എന്തൊരു എരിവ് അല്ലെങ്കിൽ എന്തൊരു ചൂട്, ചെമ്മീൻ കൊള്ളൂല, ഇറച്ചി കൊള്ളൂല, ചിക്കൻ കൊള്ളൂല, മുട്ട കൊള്ളൂല, ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞത് മുട്ട തിന്നാൽ കഫം പരിവർത്തനം, പാൽ കുടിച്ചാൽ കഫം, നിങ്ങളാണ് കണ്ടുപിടിച്ചതെന്നും പറഞ്ഞിട്ട് ഒരാൾ വഴക്ക് പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആവശ്യത്തിന് നമുക്കിതെല്ലാം ആവശ്യമാണ്. പ്രോട്ടീനും കാൽസ്യവും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല എന്നും പറഞ്ഞിരിക്കാൻ നമുക്ക് ആരാ അധികാരം തന്നത്? അതുകൊണ്ട് കിട്ടുന്നത് സംതൃപ്തിയോടെ ആസ്വദിച്ച് കഴിച്ച് ഇനി പങ്കുവെക്കാത്തതും ഒരു മുറിവാണ്, ഒരു വൈകല്യമാണ്, ഒരു ബന്ധനമാണ്. നമ്മളിലോട്ട് മാത്രം ഒതുങ്ങിക്കൂടാനുള്ള പങ്കുവെച്ച് അനുഭവിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.